എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. കർക്കിടക വാവൊക്കെയായി അല്ലേ, ഈ കർക്കിടക വാവിന് കുറേ കാര്യങ്ങൾ ഭക്തജനങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ് ഈ കർക്കിടക വാവ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാവിന് മാത്രം ബലിയിട്ടാൽ പോരാ. ഈ അച്ഛനും അമ്മമാരും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നോക്കാത്ത 100% മക്കളാണ് കർക്കിടക വാവിന് ഈ ബന്ധുക്കാരെയും നാട്ടുകാരെയും പരിസരവാസികളെയൊക്കെ കാണിക്കാൻ വേണ്ടി ബലിയിടാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രതിക്കട ദോഷം മാറാൻ വേണ്ടി അച്ഛനും അമ്മമാർ പ്രായമായിരിക്കുന്ന സമയത്ത് അവരെ നല്ലതുപോലെ പരിപാലിക്കുക, അവരെ സന്തുഷ്ടമായ കാര്യങ്ങൾ കൊടുത്തും സന്തോഷിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിതൃദോഷത്തിൽ നിന്ന് മുക്തി കിട്ടത്തുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്രായമായ അച്ഛനും അമ്മയും വയ്യാതെ കിടക്കുകയാണ്. ആ അമ്മയ്ക്കും അച്ഛന് 5 മക്കളുണ്ട്. ഈ 5 മക്കൾക്കും അവരെ നോക്കാൻ സമയമില്ല. ഒരു ഓണം വന്നാലും ഒരു വിഷു വന്നാലും നല്ലൊരു അവരുടെ ബർത്ത്ഡേ വന്നാലും അവരുടെ അടുത്ത് പോയി ഒരു ആഹാരം കഴിക്കാൻ ഒന്നും ഇരുന്ന് സമയമില്ല, അവരെ പോയി കാണാൻ സമയമില്ല. അവർക്ക് ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വരുവാണെങ്കിൽ മക്കൾ തമ്മിൽ ഇതായിരിക്കും. അതായത് നീ നോക്ക്, ഞാൻ നോക്ക്, എനിക്ക് സമയമില്ല, എനിക്ക് എൻ്റെ ചേട്ടനെയും കൊണ്ട് പോകണം, അങ്ങനെ പറഞ്ഞു നടക്കുന്നവരൊക്കെ ആയിരിക്കും അല്ലേ. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും പ്രായമാകുന്ന സമയത്ത് അവർക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്കും നോക്കാൻ സമയമില്ല. സ്നേഹമുള്ളവരുണ്ടാകും, നല്ലപോലെ നോക്കുന്ന മക്കളുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അച്ഛനമ്മമാർ വയ്യാതെ സമയത്ത് കിടക്കുന്നിടത്ത് നല്ലപോലെ നോക്കി അവരെ വേണ്ട കാര്യങ്ങൾ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ നോക്കാത്തവരും ഉണ്ട് അല്ലേ. അപ്പം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ അച്ഛനമ്മമാർക്ക് 5 മക്കളുണ്ട്. ഈ 5 മക്കളും അവർ മരണപ്പെട്ട്, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നോക്കത്തില്ല. അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര വലിയ ചടങ്ങ് നടത്തും, വലിയ കറമി, വലിയ ഹോമം കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് 16-ൻ്റെ അന്നും 15-ൻ്റെ അന്നും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി 3-4 പായസം, ചോറ്, സാമ്പാർ, കറികളൊക്കെ വന്ന് കഴിക്കുക. അച്ഛൻ്റെ ഇതാണ്, നല്ല അടിപൊളിയായിട്ട് കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, കർക്കിടക വാവ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ബലിയിടാനൊക്കെ പോകും. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്, അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ വേണം നമ്മൾ അവരെ സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അല്ലാതെ അച്ഛനമ്മമാർ മരിച്ചു കഴിഞ്ഞ് അവരെ നോക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോയി ബലി കിട്ടിയിട്ട് ഒരു പ്രയോജനവും കിട്ടത്തില്ല. അപ്പോൾ ഇതിന് ചെറിയൊരു മെസ്സേജ് എനിക്കിതിന് തരണമെന്ന് തോന്നി. എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാർ അച്ഛനമ്മമാരെ നോക്കാതെ ഇരിക്കുന്നവരുണ്ട്. അവർക്കാർക്കും സമയമില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർ പ്രായമായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നല്ലപോലെ നോക്കുക, അവരുടെ നല്ല നല്ല കാര്യങ്ങൾ നടത്തി കൊടുക്കുക. അവർക്ക് ഓണം വരുമ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. ഓണത്തിൻ്റെ ഒരു സമയത്ത് നമുക്കവിടെ പോയി ഒരു ദിവസമെങ്കിലും അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ ഒരു സന്തോഷം. ഇവരാരും മരിച്ചു കഴിഞ്ഞിട്ട് ഇവരെ സന്തോഷിപ്പിക്കാനും നാട്ടുകാരെ സന്തോഷിപ്പിക്കാനും കുറേ പൂജകളും കർമ്മകളും നടത്തിയിട്ട് കാര്യമില്ല. പിതൃദോഷം മാറാൻ വേണ്ടി കർക്കിടകത്തിലെ പൂജകളും ഹോമങ്ങളും ചെയ്തിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നോക്കിയാൽ പിതൃദോഷം ഉണ്ടാകത്തില്ല. അങ്ങനെ നോക്കാത്തവർക്കാണ് അച്ഛൻ മരിച്ചിട്ട് ദോഷമാണെന്നൊക്കെ പറയുന്നത്. അത് കർമ്മിയുടെ തലയെ കൊണ്ട് വെക്കുകയോ കർമ്മി വന്നത് ശരിയായിരുന്നില്ല, ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പറയും. അപ്പം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നവർ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നോക്കിയിട്ട് കർമ്മം ചെയ്യുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഫലിച്ചു കിട്ടും. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മരിച്ചു കഴിഞ്ഞ് കുറേ ആർഭാടമായിട്ട് പായസം കൂട്ടി സദ്യ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ തന്നെ നോക്കുക. ഈ ഒരു കാര്യം എനിക്ക് വീഡിയോയിലൂടെ ഒന്ന് പറയണമെന്ന് തോന്നി. ഞാൻ പറയുന്ന കാര്യം കറക്റ്റല്ലേ? അച്ഛനമ്മമാർ പ്രായമുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിരുന്ന് ഒരു ദിവസം ചിലവഴിക്കുക, അവരുടെ കൂടെ ഇരുന്ന് ഒരു ആഹാരം കഴിക്കുക, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുക, അവരുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക. അതാണ് ഒരു മക്കളുടെ ധർമ്മം, അതാണ് ചെയ്യേണ്ടത്. മരിച്ചു കഴിഞ്ഞ് കുറേ പൂജകളും നാട്ടുകാരെയും ബന്ധുക്കാരെയൊക്കെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊന്ന് പറയണമെന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പോരട്ടെ അല്ലേ.